കാസർഗോഡ് MDMA കേസിൽ എങ്ങുമെത്താതെ പോലീസ് അന്വേഷണം മരവിച്ച പോലെയാണെന്നും MDMAയുടെ ഉറവിടം പോലും കണ്ടെത്തിയിട്ടില്ല എന്നുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കേസിലെ വിവരങ്ങൾ പോലീസ് അതീവ രഹസ്യമാക്കി വെക്കുകയാണെന്നും പ്രതിപക്ഷം പറയുന്നു. മുഹമ്മദ് ഹുസൈന് മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം പുറത്തുവന്നതോടെ തൂഫാൻ സംഘം കാര്യമായി അന്വേഷണം നടത്തുന്നില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ആരോപിച്ചു. പ്രതികളുടെ ഫോൺ വിളി വിവരങ്ങൾ ശേഖരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. പ്രതിയുടെ ഫോൺ രേഖകൾ കിട്ടിയാലേ ഉന്നത ബന്ധം പുറത്തുവരൂവെന്നും പ്രതിപക്ഷം പറയുന്നു. ഉത്തരം പറയേണ്ടത് തൂഫാൻ നയിക്കുന്ന ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം പറയുന്നു ഈ മാഫിയയെ പിടിച്ചു കിട്ടുമെന്ന് പറയുന്നു. MDMA അടക്കമുള്ള മയക്കുമരുന്ന് വ്യാപിപ്പിക്കുന്ന മാഫിയയെ പിടികൂടി അടച്ചു പൂട്ടുമെന്ന് പറയുന്ന ഹോം മിനിസ്റ്റർ ചെന്നിത്തല പറയണം. അദ്ദേഹം കാണുന്നില്ലേ, മുഖ്യമന്ത്രിയുടെ തോളിൽ കൈയിടുന്ന ആൾക്കാർ MDMA വിൽക്കുന്നു. അവർ MDMAയുടെ നടത്തിപ്പുകാരായിക്കൊണ്ടിരിക്കുന്നു. ഈ മാഫിയ വാഴ്ചയെ ഒരു ഭാഗത്ത് കയറി വിട്ടുകൊണ്ട് അദ്ദേഹം തൂഫാൻ നടപ്പിലാക്കുമോ? തൂഫാൻ നടപ്പിലാക്കുമെങ്കിൽ ഉടനെ പിടികൂടേണ്ടത് അവരെയാണ്. സതീശൻ്റെ ബന്ധുക്കളായ കൂട്ടുകാരായ അദ്ദേഹത്തിൻ്റെ കൂടെ ഇഫ്താറിൽ പങ്കെടുക്കുന്ന ബന്ധുക്കളായ സുഹൃത്തുക്കളെ പിടികൂടണം. അവരെ പിടികൂടാതെ ജയ് തൂഫാൻ പറഞ്ഞാൽ അത് തട്ടിപ്പാണ്. തൂഫാനാകണമെങ്കിൽ ആദ്യം പിടിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ അകത്തും പുറത്തും സ്വാധീനമുള്ള ഇത്തരം ആൾക്കാരെയാണ്. അത് വൈകാൻ പാടില്ല. TV പ്രസാദ് വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ പിടിയിലായ ആളുകളുടെ കാര്യത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ നമുക്ക് എന്താണ് അറിയാനാകുന്നത്? ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിടിയിലായിട്ടുള്ളത്. അപ്പോൾ ആ അന്വേഷണം ഏത് ഘട്ടത്തിലെത്തി നിൽക്കുന്നു പ്രസാദ്? സ്മൃതി, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടാണ് പിടികൂടിയതെങ്കിൽ പോലും അവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് അനങ്ങുന്നില്ല എന്ന ഗുരുതരമായ വിമർശനമാണ് ഉയരുന്നത്. ഒപ്പം പ്രതിപക്ഷവും അവരുടെ ആരോപണം കടുപ്പിക്കുകയാണ്. കാരണം ഇത്രയേറെ സ്വാധീനമുള്ളത് കൊണ്ടാണ് ഹുസൈന് ഈ മയക്കുമരുന്ന് കച്ചവടം നടത്താൻ കഴിഞ്ഞത് എന്ന ഗുരുതരമായ ആരോപണം തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. അതിനൊപ്പം തന്നെ ആ ലഹരി സംഘത്തിൻ്റെ വേരറുക്കാൻ വേണ്ടി തുടങ്ങിയ പദ്ധതി എന്ന നിലയിൽ അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇപ്പോൾ തൂഫാന്റെ ഭാഗമായി പിടികൂടിയ ഹുസൈൻ അടക്കമുള്ള സംഘത്തിൻ്റെ കോൾ വിശദാംശങ്ങൾ പരിശോധിക്കണം, CDR പിടിച്ചെടുക്കണം. അങ്ങനെ CDR പരിശോധിച്ചുകൊണ്ട് ഏത് തരത്തിലാണ് അവർ കച്ചവടം നടത്തിയതെന്നും അതിന് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമാക്കണം എന്നുമാണ് പ്രധാനമായും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അന്നിപ്പോൾ 139 ഗ്രാം കാലിക്കടവിൽ നിന്ന് പിടികൂടിയതിന് ശേഷം അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ 139 ഗ്രാം വന്നത് എവിടെ നിന്നാണ്? ഹുസൈൻ എറണാകുളത്ത് നിന്ന് തുടങ്ങി എവിടെയൊക്കെയാണ് അത് വിതരണം ചെയ്ത്? കാസർഗോഡ് വിദ്യാനഗറിൽ ആരെ കാണാനാണെന്ന് ഹുസൈൻ സംഘവും പോയത്? അങ്ങനെ തുടങ്ങി മയക്കുമരുന്ന് വന്നത് മുതൽ അതിൻ്റെ സോഴ്സും കഴിഞ്ഞ കാലങ്ങളിലെ അവരുടെ വിൽപ്പനയും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകണമെങ്കിൽ അന്വേഷണം ശക്തമാകേണ്ടതുണ്ട്. അതിന് ഫോൺ വിളി വിവരങ്ങൾ വേണം. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ സ്വാധീനത്തിൽ നടത്തിയതാണ് എന്ന ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. സ്മൃതി, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.